റസൂലുള്ളാഹി മക്കയിൽ ജനിച്ചില്ല, മദീനയിൽ വാഴാനുള്ള അവസരമുണ്ടായില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തിലെ ഒരു മെമ്പറാകാനുള്ള ഭാഗ്യവും അള്ളാഹു നമുക്ക് തന്നില്ല. ആ മുത്തു റസൂലുള്ളാന്റെ കാണാൻ അഴകുള്ള, ചന്തമുള്ള, ഇമ്പമുള്ള ആ പവിത്രമായ പൂമുഖം ഒന്ന് മനസ്സറിഞ്ഞ് ആ പൂമുഖത്തേക്ക് കണ്ണെടുക്കാതെ നോക്കി നിൽക്കാനോ ആ മുഖം കണ്ട് ആസ്വദിക്കുവാനോ അള്ളാഹു നമുക്ക് അവസരം തന്നില്ല. പക്ഷേ എന്റെ പ്രിയപ്പെട്ട ഈ ഹിൽ ടോപ്പിലെ ഈ മഹത്തായ മദനീയ മജ്ലിസിൽ പങ്കെടുത്തിരിക്കുന്ന നല്ലവരായ മുത്തുമൂമിനീങ്ങളെ, മുത്തുമൂമിനാത്തുകളെ, ആ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽ അള്ളാഹു നമ്മളെ ഒരു മെമ്പറാക്കി തന്നു. അള്ളാഹു നൽകിയ വലിയ സൗഭാഗ്യമാണ്, വലിയ ആനന്ദമാണ്. ആ ആനന്ദത്തെയും ആ സൗരഭ്യത്തെയും ആ മഹത്വത്തെയും ഒരളവ് കോല് വെച്ചുകൊണ്ടും ഒരാൾക്കും അളക്കാൻ കഴിയില്ല. അള്ളാഹുവേ, ആ ഉമ്മത്തിലായി ജീവിച്ച് ആ ഉമ്മത്തിലായി ഈമാനോടെ ഖൽബ് ലംഘി മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ എല്ലാവരെയും നീ പെടുത്തണേ റഹ്മാനെ. ഞങ്ങളെ ആഖിബത്ത് നീ നന്നാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ അവസാന സമയം നീ നന്നാക്കി തരണേ റഹ്മാനെ. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം അതാണ്. അതിനാണ് നമ്മൾ മദനീയ മജ്ലിസ് നടത്തുന്നത്. ഹൃദയാന്തരങ്ങൾ മദീനയിലേക്ക് മടങ്ങണം. മദീന, ഇഷ്ടം മദീന, എൻ ഇഷ്കും മദീന, ഖൽബിൽ മദീന, ഒന്ന് കാണാൻ മദീന. മദീന, മദീന മുനവ്വറയിൽ ജ്വലിക്കും ത്വാഹ റസൂലുള്ളാഹ്. വഫാത്തിൻ സമയത്തും ഉമ്മത്തിനെ ഓർത്ത് വിതുമ്പിയൻ ത്വാഹ റസൂലുള്ളാഹ്. ലോകത്തെ ആരെയെങ്കിലും സ്നേഹിക്കുകയാണെങ്കിൽ, ആരെയെങ്കിലും പ്രേമിക്കുകയാണെങ്കിൽ, ആരെയെങ്കിലും മഹബത്ത് വെക്കുകയാണെങ്കിൽ, ആ മഹബത്ത് വെക്കാനും ആ സ്നേഹിക്കാനും ആ പ്രിയം വെക്കാനും നമ്മൾ കാണുന്ന മാനദണ്ഡം അവരുടെ സൗന്ദര്യമാണോ, അവരുടെ ഭംഗിയാണോ, അവരുടെ സ്വഭാവമാണോ, അവരുടെ വ്യക്തിപ്രഭാവമാണോ, അവരുടെ ജീവിത വിശുദ്ധിയാണോ, അവരിങ്ങോട്ട് തന്ന സ്നേഹമാണോ? എന്ത് മാനദണ്ഡങ്ങൾ വെച്ച് നോക്കിയാലും ലോകത്ത് എല്ലാ മാനദണ്ഡങ്ങളാലും സ്നേഹിക്കാൻ ഏറ്റവും അർഹരായ, ലോകത്തെ ഏറ്റവും വലിയ വ്യക്തിപ്രഭാവത്തിന്റെ ഉടമയാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. അവിടത്തോളം മഹത്വമുള്ള, അവിടത്തോളം സൗന്ദര്യമുള്ള, അവിടത്തോളം സ്വഭാവ മഹിമയുള്ള, അവിടത്തോളം വ്യക്തിപ്രഭാവമുള്ള, അവിടത്തോളം കാണാൻ അഴകുള്ള, ചന്തമുള്ള, ചേലുള്ള ഒരു നേതാവ് ലോകത്ത് വേറെ ആരാണുള്ളത്? വഅഹ്സനു മിൻക ലം തറഖത്തു ഐനി വഅജ്മല മിൻക ലം തലിദിൻ നിസാഉ خلقت مبرا من كل عيب كأنك قد خلقت كما. കൂട്ടുകാർ നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ലേ? വിഷമിക്കണ്ട, നമുക്ക് പുതിയ കൂട്ടുകാരെ കണ്ടെത്താം. വഅഹ്സനു മിൻക ലം തറഖത്തു ഐനി, never and ever seen the world better than ya Rasulullah. واجمل منك لم تلد النساء, never and ever born in the world better than
യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനോളം സൗന്ദര്യമുള്ള ഒരു വ്യക്തിത്വത്തെ ലോകത്ത് ഒരാളും കണ്ടിട്ടില്ല, ഒരാളും ഒരു സ്ത്രീയും പ്രസവിച്ചിട്ടില്ല. എല്ലാ സൗന്ദര്യങ്ങളും അല്ലാഹു സമ്മേളിപ്പിച്ച ലോകത്തിന്റെ നേതാവാണ്. ഈ ഭൗതികമായ ലോകവും അതിലെ അണ്ഡകടാഹങ്ങളും ഈ പ്രപഞ്ചവും ഈ പ്രപഞ്ചത്തിലെ സർവ്വ വസ്തുക്കളും എല്ലാം 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 സൃഷ്ടിക്കാൻ കാരണക്കാരനായ ലോകത്തിന്റെ നേതാവാണ്. അഷ്റഫുൽ ഖൽഖായ റഹ്മത്തുൽ ലിൽ ആലമീൻ, താജ്ദാറെ മദീന, നൂറെ മുജസ്സം, സയ്യിദുനാ വ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. ആ ഹബീബായ തങ്ങളുടെ പേരിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇനിയുള്ള ദിനരാത്രങ്ങൾ ആനന്ദത്തിൻ്റെതാണ്, ഇനിയുള്ള ദിനരാത്രങ്ങൾ മദ്ഹിൻ്റെതാണ്, ഇനിയുള്ള ദിനരാത്രങ്ങൾ പ്രകീർത്തനത്തിൻ്റെതാണ്, ഇനിയുള്ള ദിനരാത്രങ്ങൾ സ്വലാത്തിൻ്റെതാണ്, ഇനിയുള്ള ദിനരാത്രങ്ങൾ മദീനയിലേക്ക് ഹുബ്ബ് പരന്നൊഴുകുന്ന ദിനരാത്രങ്ങളാണ്. ഇനിയുള്ള ദിനരാത്രങ്ങൾ വിശ്വാസികളുടെ ഹൃദയാന്തരങ്ങളിൽ ആനന്ദത്തിന്റെ വിശുദ്ധിയുടെ ദിനരാത്രങ്ങളാണ്. മാഷാ അല്ലാഹ്, പരിശുദ്ധമായ മദീനയിലെ പവിത്രമായ അതിവിശിഷ്ടമായ ജന്നത്തുൽ ബഖീയിൽ നിന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, സ്വഹാബ, എന്റെ സഹോദരങ്ങളെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്വഹാബ, എന്റെ സഹോദരങ്ങളെ കാണാൻ ഞാൻ കൊതിക്കുന്നു. സ്വഹാബ, അല്ലയോ നബിയേ, അവര് നമ്മളല്ലയോ നബിയേ, അവര് നമ്മളല്ലയോ യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അല്ല സ്വഹാബ, ആ സഹോദരങ്ങൾ നിങ്ങളല്ല, നിങ്ങൾ എന്റെ അനുജരാണ്, നിങ്ങൾ എന്റെ ശിഷ്യന്മാരാണ്. അതെ, എനിക്കൊരു കൂട്ടുകാരുണ്ട്, എനിക്കൊരു സഹോദരങ്ങളുണ്ട്. ആ സഹോദരങ്ങളെ കാണാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ ആരാണ് നബിയേ? അവരാരാണ് യാ റസൂലല്ലാഹ്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വഹാബ, അവര് എന്നെ കാണാതെ എന്നെ വിശ്വസിച്ചവരാണ്. എന്നെ കണ്ടിട്ടില്ല അവര്, പക്ഷേ അവരെന്നെ കൊണ്ട് വിശ്വസിച്ചവരാണ്. എന്റെ പേര് കേൾക്കുമ്പോൾ അവരുടെ ഹൃദയാന്തരങ്ങളിൽ ആനന്ദമാണ്. സ്വഹാബ, അവരെനിക്ക് വേണ്ടി എന്തും ത്യജിക്കാൻ തയ്യാറുള്ളവരാണ്. സ്വഹാബ, ആ സഹോദരങ്ങളെ കൂട്ടുകാരെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്വഹാബ, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലയോ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ആ വിഭാഗത്തിൽ നമുക്ക് പെടണം. അല്ലാഹുവിന്റെ റസൂല് കാണാൻ കൊതിച്ച ആ സഹോദരങ്ങളാണെന്ന് അവിടുത്തെ നാവ് കൊണ്ട് പറഞ്ഞ, അവിടുത്തെ പേര് കേൾക്കുമ്പോൾ ആനന്ദം ഉൾക്കൊള്ളുന്ന, അവിടുത്തെ മഹത്വങ്ങൾ പറയുന്ന, അവിടുത്തെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണാതെ ആ മുത്തു റസൂലുള്ളാഹി തങ്ങളിൽ വിശ്വസിച്ചിരിക്കുന്ന നമുക്ക് ആ മുത്തു റസൂലുള്ളാഹിന്റെ നാളെ സ്വർഗ്ഗത്തിൽ വെച്ച് കാണാൻ അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അതിന് ഈ സദസ്സുകളെല്ലാം ഒരു കാരണമാക്കണേ റബ്ബേ. ഞാൻ എന്റെ സംസാരം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂബക്കർ തങ്ങളോട് വന്ന് പറയുകയാണ്, അബൂബക്കർ തങ്ങളെ, അങ്ങയുടെ ജീവിതത്തിലെ ഒരു രാത്രി എനിക്ക് തരുമോ? ഒറ്റ ഒരു രാത്രി എനിക്ക് തരുമോ? പകരമായി, അല്ലയോ അബൂബക്കർ തങ്ങളെ, നിങ്ങൾക്ക് ഞാൻ പകരമായി തരുന്നത് എന്റെ ജീവിതകാലത്ത് മുഴുവൻ ഞാൻ ചെയ്ത മുഴുവൻ നന്മകളും നിങ്ങൾക്ക് പകരമായി തരാം. ഞാൻ നിസ്കരിച്ച നിസ്കാരങ്ങള്, ഞാൻ നോറ്റ നോമ്പുകള്, ഞാൻ ചെയ്ത സ്വതക്കകള്, ഞാൻ ചെയ്ത യുദ്ധത്തിന്റെ പ്രതിഫലങ്ങള്, ഞാൻ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി എന്തെല്ലാം ചെയ്തുവോ അതെല്ലാം അങ്ങേക്ക് തരാം അബൂബക്കർ തങ്ങളെ. പക്ഷേ പകരമായി എനിക്ക് തരേണ്ടത്
ഒരൊറ്റ ഒരു രാത്രിയാണ് യാ റസൂലല്ലാഹ്. ഏതാണ് ആ രാത്രി എന്നറിയുമോ? അത് ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കിയ രാത്രിയല്ല, അത് ഖുർആനോത്തുകളെ കൊണ്ട് ധന്യമാക്കിയ രാത്രിയല്ല, അത് സ്വലാത്ത് അത് ദിക്റുകളെ കൊണ്ട് ധന്യമാക്കിയ രാത്രിയല്ല. ആ രാത്രിയുടെ പ്രത്യേകത എന്താണ്? എല്ലാറ്റിനേക്കാളും വലുതായ റഹ്മത്തുൽ ലിൽ ആലമീനായ സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തന്റെ ചുമലിലേക്ക് എടുത്തു വെച്ച് നടന്ന ഒരു രാത്രിയുണ്ട്. ഹിജ്റയുടെ പുണ്യമേറിയ രാത്രിയാണ് ആ രാത്രി. മാഷാ അല്ലാഹ്. വലതുഭാഗത്ത് വന്നു നിൽക്കുന്നു അബൂബക്കർ തങ്ങളെ, ഇടതുഭാഗത്ത് വന്നു നിൽക്കുന്നു, പിന്നിലാകുന്നു, മുന്നിലാകുന്നു. എന്താണ് അബൂബക്കർ തങ്ങളെ നിങ്ങൾ ചെയ്യുന്നത്? യാ റസൂലല്ലാഹ്, വലതുഭാഗത്ത് നിൽക്കുമ്പോ എനിക്ക് തോന്നും ശത്രുക്കൾ ഇടതുഭാഗത്തു കൂടെയാണ് വരുന്നത്. ഇടതുഭാഗത്ത് നിൽക്കുമ്പോ എനിക്ക് തോന്നും ശത്രുക്കൾ വലതുഭാഗത്തു കൂടെയാണ് വരുന്നത്. മുമ്പിൽ നിൽക്കുമ്പോ എനിക്ക് തോന്നും യാ റസൂലല്ലാഹ് ശത്രുക്കൾ പിന്നിലാണ് വരുന്നത്. പിന്നിൽ നിൽക്കുമ്പോ എനിക്ക് തോന്നും മുന്നിലേടെയാണ് വരുന്നത്. അതുകൊണ്ട് എന്റെ റസൂലുള്ളാഹിന്റെ ശരീരത്തിന്റെ ഒരു രോമത്തിന് പോലും പോറലേറ്റുകൂടാ യാ റസൂലല്ലാഹ്. മുത്തു റസൂലുള്ളാഹിന്റെ കയ്യും പിടിച്ച് ജബലുൽ സൗറിന്റെ മുകളിലേക്ക് നടന്നു നീങ്ങുമ്പോ ഒരു ചെറിയ കല്ല് കൊണ്ടിട്ട് മാർദ്ദവമേറിയ ആ പവിത്രമായ കാലുകളിൽ നിന്ന് രക്തം നിർഗളിക്കുന്നത് കണ്ടപ്പോ സഹിച്ചില്ല. ആ പവിത്രമായ ശരീരം എടുത്തിട്ട് അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ ചുമലിലേക്ക് എടുത്ത് വെക്കുകയാണ്. ഒരാൾക്ക് കഷ്ടിച്ച് വളരെ പ്രയാസപ്പെട്ട് നടന്ന് വേച്ച് നടന്നു പോകാവുന്ന ആ ജബലുൽ സൗറിന്റെ മുകളിലേക്ക് അവിടെ നിന്ന് അങ്ങോട്ട് തന്റെ ചുമലിൽ അല്ലാഹുവിന്റെ റസൂലിനെ എടുത്തു വെച്ച് മഹാനായ സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നടന്നു നീങ്ങുകയാണ്. ഓ മുഅ്മിനീങ്ങളെ, ആ രാവ് ഇഷ്ഖിന്റെ രാവാണ്, ആ രാവ് മഹബ്ബത്തിന്റെ രാവാണ്, ആ രാവ് സ്നേഹത്തിന്റെ രാവാണ്, ആ രാവ് ഏറ്റവും അടുത്തവർ പരസ്പരം ശരീരത്തോട് ശരീരം ചേർന്ന് നിന്ന സമയമാണ്, സന്ദർഭമാണ്. ആ രാത്രി ചരിത്രത്തിന്റെ തങ്കലിപികളിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട യാഥാർത്ഥ്യത്തിന്റെ രാത്രിയാണ്. ആ രാത്രി അല്ലാഹുവിന്റെ റഹ്മത്ത് വർഷിച്ച രാത്രിയാണ്. ആ രാത്രി ഒരു വിശ്വാസിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ആനന്ദത്തിന്റെ രാവാണ്. മാഷാ അല്ലാഹ്. അതുകൊണ്ട് തന്നെയാണ് അബൂബക്കർ തങ്ങളോട് ഉമർ തങ്ങൾ ചോദിച്ചത്, അല്ലയോ അബൂബക്കർ തങ്ങളെ, ആ ഒരു രാത്രി എനിക്ക് തരുമോ? ജീവിതത്തിൽ ഞാൻ ചെയ്ത മുഴുവൻ അമലുകളും നിങ്ങൾക്ക് പകരമായി തരാം അബൂബക്കർ തങ്ങളെ. മാഷാ അല്ലാഹ്. സ്നേഹമാണ്, മഹബ്ബത്താണ്, പ്രിയമാണ് മുഅ്മിനീങ്ങളെ നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ കൂടുതലായി വർദ്ധിപ്പിക്കേണ്ടത്. അതിനുള്ള സമയങ്ങളാണ്, അതിനുള്ള സന്ദർഭങ്ങളാണ്. നമ്മുടെ വീടുകൾ അലങ്കരിക്കപ്പെടണം. നമ്മുടെ വീടുകൾ മുത്തു റസൂലുള്ളാഹി തങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാകണം. നമ്മുടെ വീടുകൾ അലങ്കരിക്കപ്പെടണം. നമ്മുടെ വീടുകളിൽ ലൈറ്റുകളെ കൊണ്ട് അലങ്കരിക്കപ്പെടണം. നമ്മുടെ പള്ളികളും നമ്മുടെ സ്ഥാപനങ്ങളും അലങ്കരിക്കപ്പെടുകയാണ്. മാഷാ അല്ലാഹ്. ആ ഹബീബായ തങ്ങളുടെ പവിത്രമായ മാസം ധാരാളം സ്വലാത്തുകൾ ചൊല്ലുന്ന രാവുകളാവണം, ദിനരാത്രങ്ങളാവണം. അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് ഒരു പുതിയ പഠനത്തിലേക്ക് കടക്കുന്ന മാസമാകണം. ലോകത്ത് എല്ലാ സ്ഥലങ്ങളിലും ലൈവായി നിൽക്കുന്ന ഒരേ ഒരു നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് പുസ്തകശാലകളിലേക്കും, ഏത് ഗ്രന്ഥശാലകളിലേക്കും, ഏത് ചർച്ചാവേദികളിലേക്കും, ഏത് പ്രഭാഷണ വേദികളിലേക്കും ലോകത്ത് എവിടെയൊക്കെ വിശ്വാസികളും ലോകത്ത് എവിടെയൊക്കെ മനുഷ്യരും അധിവസിക്കുന്നുവോ അവിടേക്കെല്ലാം ചെന്നാൽ
ലോകത്തെ എല്ലാവർക്കും ഒരു വ്യക്തിയെ കുറിച്ച് ചർച്ച ചെയ്യാനും പഠിക്കാനും പറയാനും പുസ്തകം എഴുതാനും മനസ്സിലാക്കാനും ഉണ്ടെങ്കിൽ അത് ഒരേ ഒരു നേതാവ് മാത്രമാണ്. റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബായ തങ്ങളെ നമ്മൾ എങ്ങനെ പ്രകീർത്തിക്കാതിരിക്കും? അതുകൊണ്ട് ഇനിയുള്ള ഈ വരാനിരിക്കുന്ന ഒരു മാസം നമുക്ക് വിശ്രമമില്ലാത്ത മാസമാണ്. നമ്മുടെ നാവുകൾ ചലിക്കണം, നമ്മുടെ ചുണ്ടുകൾ അനങ്ങണം. നമ്മളെല്ലാവരും ആ മഹബ്ബത്തിലായി വരുന്ന ഒരു മാസം ഇൻഷാ അല്ലാഹ് റസൂലുള്ളാഹി തങ്ങളെ മനസ്സിലാക്കാനും പഠിക്കാനും നാളെ ഇവിടെ ഖസീദത്തുൽ ബുർദയുടെ മജ്ലിസ് നടക്കുകയാണ്. മാഷാ അല്ലാഹ് അനുഗ്രഹീതനായ നല്ല ബുർദ മനോഹരമായി അവതരിപ്പിക്കുന്ന പ്രിയപ്പെട്ട തങ്ങളും അതുപോലെ സ്വാദിഖ് ഫാദിൽ ഉസ്താദും ഒക്കെ ഈ മഹത്തായ സദസ്സിനെ ധന്യമാക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും ആ സദസ്സിൽ വന്ന് ബുർദ പൂർണ്ണമായി പാരായണം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം ഇൻഷാ അല്ലാഹ്. റസൂലുള്ളാഹി തങ്ങൾ എത്ര പറഞ്ഞാലും പ്രകീർത്തിച്ചാലും നമ്മുടെ മനസ്സ് നമുക്ക് അടങ്ങിയിരിക്കാൻ കഴിയില്ല. അല്ലാഹുവേ, ഞങ്ങളെല്ലാവരെയും നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ഞങ്ങളെല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാഹ്, ഈ മഹത്തായ നാട്ടിൽ നടത്തപ്പെട്ട ഈ മദനീയ മജ്ലിസ് ധാരാളം ആളുകൾ ഈ മജ്ലിസിലേക്ക് വന്നു. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തു. ഒരുപാട് ആളുകൾ പല വിഷയങ്ങളും പറഞ്ഞു ദുആരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആ ചെയ്യുകയാണ്. റസൂലുള്ളാഹി തങ്ങളെ മുൻനിർത്തി നമ്മൾ അല്ലാഹുവിലേക്ക് തേടിയാൽ ഒന്നും അല്ലാഹു ഖായിബാക്കുകയില്ല ഇൻഷാ അല്ലാഹ്. അതിനുള്ള അവസരങ്ങളാണ്, അതിനുള്ള സന്ദർഭങ്ങളാണ് ഈ സമയം. അതുകൊണ്ട് അതിലേക്ക് നമ്മൾ കിടക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട മുത്തുമൂമിനീങ്ങളെ, മുത്തുമൂമിനാത്തുകളെ, ഇൻഷാ അല്ലാഹ് ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തു. നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ കാസർഗോഡ് ജില്ല SYSന്റെ സജീവ പ്രവർത്തകൻ, അതുപോലെ തന്നെ നമ്മുടെ സ്വാന്തനത്തിന്റെ പ്രസിഡന്റ്, അതുപോലെ തന്നെ സയ്യിദ് ത്വാഹിറുൽ അഹ്ദൽ തങ്ങളുടെ പ്രിയപ്പെട്ട പുത്രൻ മുഹിമ്മാത്ത് എന്ന് പറയുന്ന സ്ഥാപനത്തിന് വേണ്ടി എല്ലാ നിലക്കും അധ്വാനിക്കുകയും കഷ്ടപ്പെടുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയായ സയ്യിദ് ഹാമിദ് അൽ അഹ്ദൽ തങ്ങളവറുകൾ ഇന്നലെ രാത്രി 2:30 മണി സമയത്ത് തലയിൽ ഒരു ചെറിയ രക്തസ്രാവമുണ്ടായി, ചെറിയ ഒരു അറ്റാക്ക് സംഭവിച്ച് അങ്ങനെ ICUവിലായിരുന്നു. ഇന്ന് വൈകുന്നേരം 6:30 മണി മുതൽ ഈ സമയം വരെ നീണ്ടു നിൽക്കുന്ന 4 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഓപ്പറേഷനാണ്. ബോധം ഇതുവരേക്കും തിരിച്ചു വന്നിട്ടില്ല. നമ്മളെല്ലാവരുടെയും പ്രാർത്ഥനയല്ലാതെ വേറെ ഒരു വഴിയുമില്ല. അല്ലാഹുവേ, ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ, ആ പ്രിയപ്പെട്ട സയ്യിദ് അവറുകൾ നമുക്ക് വലിയൊരു പ്രതീക്ഷയുള്ള, കാസർഗോഡ് ജില്ലക്ക് തന്നെ വലിയ പ്രതീക്ഷയുള്ള ഒരു നേതൃസ്ഥാനത്തേക്ക് നമ്മൾ കണ്ടിരിക്കുന്ന വലിയ ഒരു സയ്യിദാണ്. അല്ലാഹുവേ, കാമിലായ ആജിലായ ശിഫാ നീ കൊടുക്കണേ അല്ലാഹ്. നല്ല റാഹത്ത് നീ നൽകണേ അല്ലാഹ്. റഫീഖ് മദനി ഉസ്താദ് എന്ന ഉസ്താദ് ഇന്നലെ രാത്രി ഹാർട്ട് അറ്റാക്കായി മരണപ്പെട്ടു പോയി. അല്ലാഹുവേ, റഫീഖ് മദനി ഉസ്താദിന്റെ ഖബർ നീ സ്വർഗ്ഗമാക്കണേ അല്ലാഹ്. ഈ മജ്ലിസിന്റെ മുന്തിയ മിസ്ൽ സവാബ് അവരെ ഖബറിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. അങ്ങനെ എത്ര ആളുകളാ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തത്. ഈ ഹിൽ ടോപ്പിലുള്ള മസ്ജിദേ അല്ലാഹുവിന്റെ ഭവനമല്ലേ, പള്ളിയല്ലേ, നമുക്കതിനെ ഖായിബാക്കാൻ കഴിയുമോ? അതിന് സ്ഥായിയായ വരുമാനങ്ങളില്ലല്ലോ, പ്രത്യേകമായൊരു വരുമാനം അതിന് വരാനില്ലല്ലോ. ആ പള്ളിയെ നടത്തിക്കൊണ്ടു പോകേണ്ടത് നമ്മളല്ലേ. ഒരു വർഷത്തേക്ക് 2 ലക്ഷത്തോളം രൂപ അതിന്